ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നമ്മുടെ മലബാറുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ഉണ്ടയും കടലയും ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ, മിക്സിയുടെ ചെറിയ ജാറിൽ. പിന്നെ വേണ്ടത് ഒരു 10 ചെറിയ ഉള്ളി വേണം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ട് വരാം കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഉണ്ട ഉണ്ടാക്കാനുള്ള പൊടി കുഴച്ച് വെക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ നമുക്കൊരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഒതുക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും ജീരകമൊക്കെ ഇല്ലേ, അത് ഫുള്ളായിട്ട് തന്നെ ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം 1/2 കപ്പ് ഒഴിച്ചു, എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചു, എന്നിട്ട് പിന്നെ ഒരു 1/4 കപ്പ് ഒഴിച്ചു, എന്നിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ച് വീണ്ടും ഒരു 1/4 കപ്പ്, അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഒരടിക്ക് ഒഴിക്കരുത് കേട്ടോ. ഓരോരുത്തരുടെയും അരിപ്പൊടിക്കനുസരിച്ചിട്ട് വെള്ളം കൂടുകയും കുറവൊക്കെ ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഉണ്ട ഉരുട്ടാം. അപ്പോൾ നമ്മൾ ആവിച്ചെമ്പിൽ ഇതാ ഒരു ഇല ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തടവുക, നെയ്യോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ തടുക. എന്നിട്ട് ഇതാ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പം മൊത്തം മാവും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഒരുപാട് വലുപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കരുത്, ഈ ഒരു വലുപ്പത്തിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആവിച്ചെമ്പിൽ ഇതൊരു 15 മിനിറ്റ് ആവിയേറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ അത് ആവി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ കുക്കറിൽ 1/2 കപ്പ് കടല തലേന്ന് രാത്രി കുതിർത്തി വെച്ചാണ്, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ കുതിർത്തിയിട്ട് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 കപ്പാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ഉള്ളി, 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു പിടി കറിവേപ്പിലയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പൊടികളായിട്ട് ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ മലബാറുകാരുടെ സ്പെഷ്യലാണ് ഈ ഒരു ഉണ്ടയും കടലയും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു 5-6 വിസിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കടല നന്നായിട്ടൊന്ന് വെന്ത് വരണം. അങ്ങനെ ഇതാ ഒരു 5-6 വിസിലിന് അതവിടെ വേവാൻ വെക്കട്ടെ. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഉണ്ട ഇവിടെ റെഡി ആയിട്ടാ. 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഉണ്ട ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ വിട്ട് കിട്ടണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കുക. 6 വിസിലിനാണ് കേട്ടോ ഞാനിപ്പോൾ വേവിച്ചിട്ടുള്ളത്. നല്ലപോലെ അതൊന്ന് മിക്സായി കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി തീരാറാകുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മളിതിൽ ഫസ്റ്റ് കടുക് വറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കടുക് ഇട്ട് കൊടുക്കുക, അതിനുശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ 2 വറ്റൽ മുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിതാ വേവിച്ച് വെച്ചിട്ടുള്ള കടലയുണ്ടല്ലോ, കടലിൻ്റെ മിക്സ്, അത് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു കുക്കറിൽ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ആ ഒരു വേവിച്ച ഉണ്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇവ രണ്ടും നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഉമ്മമാരെല്ലാം പണ്ട് ഞാൻ കോളേജിലെല്ലാം പഠിക്കുന്ന സമയത്തെല്ലാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ടിഫിനിലൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഉണ്ടയും കടലയും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം കേട്ടോ. ആ ഒരു ഉണ്ടയും കടലയും ഒക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം, നല്ലോണം യോജിച്ച് വരണം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ.
അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ, 1/2 ടീസ്പൂൺ മതിയാകും. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് തേങ്ങയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഹൈ ഫ്ലെയിമിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ആ ഒരു വെള്ളമെല്ലാം ജസ്റ്റ് ഒന്ന് വറ്റിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉണ്ടയും കടലയും ഇവിടെ റെഡി ആയി കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 3 പേർക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതല്ലെങ്കിൽ ലഞ്ച് ബോക്സിലായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതാ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതെന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്. താങ്ക് യു.